അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. UAE ടീച്ചിങ് ലൈസൻസ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാനായിട്ട് കോച്ചിങ് അക്കാഡമി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് 100% റിലയബിൾ ആയിട്ട് നിങ്ങളുടെ പെഡഗോജി എക്സാം, നിങ്ങളുടെ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ എക്സാം എന്നിവയ്ക്ക് കോച്ചിങ്ങിനായിട്ട് AS അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ്സസിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. ഫേസ് ടു ഫേസ് സെഷൻസ്, സ്റ്റഡി നോട്ട്സ്, മോക്ക് എക്സാംസ് എന്നിവയാണ് AS അക്കാഡമിയിലെ കോച്ചിങ് ക്ലാസിന്റെ പ്രത്യേകതകൾ. AS അക്കാഡമിയുടെ 30 ദിവസത്തെ കോച്ചിങ്ങിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് TLS എക്സാം സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അക്കാഡമിയുടെ അടുത്തതായി തുടങ്ങുന്ന സൈക്കിൾ 2 സൈക്കിൾ 3 പെഡഗോജി ബാച്ചിലേക്ക് എൻറോൾ ചെയ്യുവാനായിട്ട് താഴെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെഡഗോജി എന്നൊരു മെസ്സേജ് അയയ്ക്കുക. അക്കാഡമിയുടെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 23ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വേക്കൻസീസും ഒരു പ്രൈമറി വെരിഫിക്കേഷന് ശേഷമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ആരെങ്കിലും ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ജോബ്സ് ഒക്കെ സ്കാം ആയിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ജോബ്സിന് അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് നമ്മളുടെ ആദ്യത്തെ വേക്കൻസി പോസ്റ്റിലേക്ക് പോകാം. അപ്പം നമ്മുടെ ആദ്യത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വുഡ്ലം ബ്രിട്ടീഷ് സ്കൂളിലേക്കാണ്. അജ്മാനിലുള്ള വുഡ്ലം ബ്രിട്ടീഷ് സ്കൂളിലേക്കുള്ള ഹയറിംഗ് ആണ് നടക്കുന്നത്. 2025-2026 അധ്യയന വർഷത്തേക്കുള്ള സ്റ്റാഫ്സിന്റെ വേക്കൻസീസ് ആണ്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് അക്കാഡമിക് കോർഡിനേറ്റർ, ഹോം റൂം ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ, സയൻസ് ടീച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും ടീച്ചേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. അപ്പം നിങ്ങൾ അത്യാവശ്യം എലിജിബിൾ ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV ഫോർവേഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടൊരു 8 years ഫ്രണ്ട്ലി ആയിട്ടുള്ള CV തയ്യാറാക്കി വേണം ഈ ഇമെയിലിലേക്ക് അയക്കാനായിട്ട്. അയക്കുമ്പോൾ കൃത്യമായിട്ട് ഏത് സബ്ജക്റ്റിനാണോ, ഏത് പൊസിഷനിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ പൊസിഷൻ കൃത്യമായിട്ട് സബ്ജക്ട് ലൈനിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം കറന്റ്ലി CV ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ സർവീസ് യൂസ് ചെയ്യാവുന്നതാണ്. പുതിയതായിട്ടൊരു പെർഫെക്റ്റ് CV തയ്യാറാക്കി ഈ ജോബ് പൊസിഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇതൊരു ഓപ്പൺ റിക്രൂട്ട്മെന്റ് ഡേ ആണ്. 2025-2026 അധ്യയന വർഷത്തേക്ക് അലിഹാർ പ്രൈവറ്റ് സ്കൂൾ, അബുദാബിയിൽ അല്ലെങ്കിൽ അലിഹാർ പ്രൈവറ്റ് സ്കൂൾ നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അപ്പം ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിലുകൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ CVയും അപ്ലോഡ് ചെയ്യണം. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇങ്ങനെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ജൂൺ 1 ഉള്ള ഈ റിക്രൂട്ട്മെന്റിന് പങ്കെടുക്കാൻ സാധിക്കും. പിന്നെ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും അവർ ഇൻവൈറ്റ് ചെയ്തത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ലിങ്ക് ഫില്ല് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ കറന്റ് വിസിറ്റിംഗ് വിസയിലൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റിക്വയർമെന്റുകൾ 3 റിക്വയർമെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടീച്ചിങ് സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, UAE എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കറന്റ്ലി ഇപ്പൊ UAE എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വിസിറ്റിംഗ് വിസയിലൊക്കെ നിൽക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ IELTS 7 ഉണ്ടായിരിക്കണം, IELTS ബാൻഡ് 7 ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് സബ്ജക്റ്റിന്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനിയും മൂന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് നൊവാ ബ്രിട്ടീഷ് സ്കൂളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡേ ആണ്. ജൂൺ 9 ഈ സ്കൂളിൽ വെച്ച് തന്നെ നൊയാ ബ്രിട്ടീഷ് സ്കൂൾ യാസ് ഐലൻഡ് അബുദാബിയിൽ 4 മണി തൊട്ട് 7 മണി വരെയാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പം ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പൊസിഷൻസ് ഉണ്ട്. പിന്നെ UAE നാഷണൽസിനുള്ള പൊസിഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഈ ആദ്യം കാണിച്ചിരിക്കുന്ന
പൊസിഷൻസിന് നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. UAE നാഷണൽസിന്റെ പൊസിഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. പിന്നെ ഈ പൊസിഷൻ അപ്ലൈ ചെയ്യുവാനായിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. നിങ്ങൾ CV അയക്കുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഏതാണോ അത് കൃത്യമായി മെൻഷൻ ചെയ്യുക. അതുകൂടാതെ ഇമെയിലിന് ഒരു ബോഡിയൊക്കെ തയ്യാറാക്കി നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്ത് അയക്കുവാനായിട്ട് ശ്രമിക്കുക. ആ മെസ്സേജിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തണം. നിങ്ങൾ ഇപ്പൊ കറന്റ്ലി ഫ്രഷർ ആണെങ്കിൽ അതും ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ബോഡി തയ്യാറാക്കണം. ഇത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തയ്യാറാക്കണം. ഒരിക്കലും AIയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തയ്യാറാക്കരുത്. AI യൂസ് ചെയ്ത് ഒരു ഐഡിയ കിട്ടിയതിനു ശേഷം നിങ്ങൾ സ്വയം എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനിയും നാലാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ജെംസ് മെട്രോപോൾ സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് പ്രൈമറി ടീച്ചർ പൊസിഷൻ ആണ്. ഇവിടുത്തെ റിക്വയർമെന്റുകളും കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു ഡിഗ്രി വേണം, പിന്നെ ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇപ്പം QTS ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നാട്ടിലെ B.Ed വെച്ച് തന്നെ നിങ്ങൾക്ക് QTS എടുക്കാൻ സാധിക്കും. അപ്പം അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ആ വീഡിയോ കാണാത്തവർക്കായിട്ട് QTS എടുക്കുവാനായിട്ട് ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് QTS എടുക്കാവുന്നതാണ്. അപ്പൊ QTS കറന്റ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് 2 ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയും 5ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇതിപ്പോ 2ാമതാണ് നമ്മളുടെ ഈ വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ബേക്കൺ ഹൗസ് സ്കൂൾ അലൈനിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജനറൽ റിക്വയർമെന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിക്വയർമെന്റുകൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയും 6ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അസാന പ്രൈവറ്റ് സ്കൂളിലേക്കാണ്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പൊസിഷന് വേണ്ട എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ്, അബുദാബി എക്സ്പീരിയൻസ് വേണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അബുദാബിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് ഈ പൊസിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CVയും നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും അയച്ചു കൊടുക്കുക. 7ാമത്തെ ജോബ് വേക്കൻസി ആർബിറ്റ് കെയർ എന്നൊരു ഏജൻസിയാണ് അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ലൊക്കേഷൻ ദുബായ് ബ്രിട്ടീഷ് സ്കൂൾ ജുമേറ പാർക്കാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് കാഷ്വൽ ലെവൽ 3 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. 10 മാസത്തെ കോൺട്രാക്ട് ആയിരിക്കും. സാലറി ഒരു 10,000 to 12,000 AED പെർ മന്തിന് ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് കരിക്കുലം ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓൾറെഡി ദുബായിൽ ഉണ്ടായിരിക്കണം, വാലിഡ് പോലീസ് ക്ലിയറൻസ് ഉണ്ടായിരിക്കണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൈമറി സ്കൂൾ ടീച്ചർ ഓർ എക്സ്പീരിയൻസ് വിത്ത് ടീച്ചിങ് ഇൻ ലോവർ ഇയർ ഗ്രൂപ്പിലുള്ള ടീച്ചിങ് അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ്, ഈ പറഞ്ഞ റിക്വയർമെന്റ്സുകളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. കൃത്യമായിട്ടും നിങ്ങൾ സബ്ജക്ട് ലൈനിൽ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ കൃത്യമായി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനിയും 8ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അൽസാദിക് ഇസ്ലാമിക് ഇംഗ്ലീഷ് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ് ദുബായിൽ. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ഒക്കെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പൊസിഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് സബ്ജക്ട് ലൈനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ ഏതാണോ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ഇനിയും 9ാമത്തെ ജോബ് വേക്കൻസി വെയിൽസ് ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ടീച്ചിങ് പൊസിഷൻസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുവാനുള്ള വെബ്സൈറ്റിലേക്ക് പോകും. അപ്പം കൃത്യമായിട്ട് അവിടുത്തെ റിക്വയർമെന്റുകളും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയും 10ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇഗ്നൈറ്റ് സ്കൂളിലേക്കാണ്. അപ്പൊ ഇഗ്നൈറ്റ് സ്കൂളിൽ ഇതൊരു നോൺ ടീച്ചിങ് വേക്കൻസിയാണ്, HR ഓഫീസറിന്റെ വേക്കൻസിയാണ്. കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ പലരും പറഞ്ഞിരുന്നത് നോൺ ടീച്ചിങ് വേക്കൻസീസും കൂടെ ഉൾപ്പെടുത്തണമെന്ന്. അതുകൊണ്ടാണ് 1-2 വേക്കൻസീസ് നോൺ ടീച്ചിങ് പൊസിഷൻസിലുള്ള വേക്കൻസീസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഈ പൊസിഷന്റെ റിക്വയർമെന്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാവുന്നതാണ്.
ഇനി 11ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് റാൾഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു കൺസൾട്ടിങ് ഏജൻസി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വേക്കൻസിയാണ്. അപ്പം നിങ്ങൾക്ക് ഏജൻസി വഴി അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഒരിക്കലും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ വെരിഫൈ ചെയ്ത് ജെന്യുവൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ വേക്കൻസീസ് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ഏജൻസീസിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, റിക്രൂട്ടിംഗ് ഏജൻസീസിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, റിക്വയർമെന്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റുകൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനി 12ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് നഴ്സറി സ്കൂളിലേക്കാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ടീച്ചിങ് അസിസ്റ്റന്റ് പൊസിഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിന്റെ റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാവുന്നതാണ്. കൃത്യമായിട്ടും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനിയും അടുത്തത് അൽസലാം ചാർട്ടേഡ് സ്കൂളിലേക്കുള്ള 2025-2026 അധ്യയന വർഷത്തേക്കുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇവിടെ 3 പൊസിഷൻസ് അവൈലബിൾ ആണ്. ഈ പൊസിഷൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ട എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഇമെയിലായിട്ട് ഈ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനി 14ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂൾ അജ്മാനിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി പൊസിഷൻസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഈ റിക്വയർമെന്റ്സ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും 15ാമത്തെ ജോബ് വേക്കൻസി അൽമാജിദ് ടാലന്റ് ചാർട്ടേഡ് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. ഇവിടെ ജനറൽ സയൻസ് ടീച്ചറുടെ വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഫിസിക്സ് ആണ് മെയിൻ, കെമിസ്ട്രി ആണ് മെയിൻ, ബയോളജി ആണ് മെയിൻ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ സയൻസ് ടീച്ചർ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനിയും നിങ്ങൾ ഫിസിക്സ് ടീച്ചർ എക്സ്പീരിയൻസ് ആണ് ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ കെമിസ്ട്രി ടീച്ചറായിട്ടാണ് എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ച് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിക്വയർമെന്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ റിക്വയർമെന്റ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. പിന്നെ BEdോ PGCയോ ഇതിലേതെങ്കിലും ഒന്ന് മതി. അപ്പം നിങ്ങൾ ഇത് വെച്ച് കൺഫ്യൂസ് ആകല്, ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. ഇനിയും 16ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് AS കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള ദുബായിലെ ഒരു കൺസൾട്ടൻസിയാണ്. ഇതൊരിക്കലും നമ്മളുടെ TLS കോച്ചിങ് കൺസൾട്ടൻസിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് വേറെ ഏതോ ഒരു കൺസൾട്ടൻസിയാണ്. അപ്പം ഇവര് അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന ഹെഡ് ഓഫ് ഇൻക്ലൂഷൻ പൊസിഷൻസിലേക്കുള്ള വേക്കൻസീസ് ആണ്. ഇതിന്റെ റിക്വയർമെന്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ റിക്വയർമെന്റുകളും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇനി 17ാമത്തെ ജോബ് വേക്കൻസി നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട്, UAE മലയാളം ടീച്ചർ വേക്കൻസി ഉണ്ടോ? അങ്ങനെയുള്ളവർക്കായിട്ടുള്ള ഒരു വേക്കൻസി പൊസിഷനാണിത്. UAE ഗൾഫ് മോഡൽ സ്കൂൾ ദുബായിലേക്ക് ഇപ്പം മലയാളം ടീച്ചറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കുക. ഇനി 18ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സലന്റ് പ്രൈവറ്റ് സ്കൂൾ ഷാർജയിലേക്കുള്ള വേക്കൻസിയാണ്. ഇവിടെ ഹിന്ദി ടീച്ചർ പൊസിഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പ്രിഫർ അല്ല, അത് റിക്വയർമെന്റിൽ പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒള്ളിയാണ്. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. വാലിഡ് UAE റെസിഡൻസ് വിസ ഉള്ളവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഹിന്ദി ടീച്ചർ ആണെങ്കിൽ. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി ഉണ്ടായിരിക്കണം. അത് കൂടാതെ BEd ഇൻ ഹിന്ദി ഉണ്ടായിരിക്കണം. അത് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. CV അയക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വ്യക്തമായിട്ട് അയച്ചു കൊടുക്കുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. തീർച്ചയായിട്ടും മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.